വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ അച്ചാറാട്ടോ. സ്പെഷ്യൽ എന്ന് വെച്ചാൽ കുറേ പേരൊക്കെ ഇട്ടിട്ടുണ്ടാവായിരിക്കാം, എന്നാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് റംബൂട്ടാൻ അച്ചാർ. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റംബൂട്ടാൻ്റെ സീസൺ അല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് റംബൂട്ടാൻ വെച്ചിട്ടൊരു അച്ചാർ ഇട്ടാലോ. ഇപ്പം എല്ലാവരുടെ വീട്ടിൽ ഇഷ്ടം പോലെ റംബൂട്ടാനുള്ള ഒരു സമയമാണ്, അപ്പോൾ നമുക്ക് ചെയ്താലോ. അപ്പോൾ ഇതേ റംബൂട്ടാൻ ഞാൻ കഴുകി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് റംബൂട്ടാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ റംബൂട്ടാൻ അച്ചാറിനായിട്ട് അപ്പോൾ ആദ്യം തന്നെ സാധാരണ നമ്മൾ അച്ചാർ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഉലുവ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് ഉലുവ വറുത്തെടുക്കാം, അത് പൊടിച്ചിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ചിലവരും അത് നമ്മൾ ഒന്നില്ലെങ്കിൽ വറുത്തിടും, അതല്ലാന്നുണ്ടെങ്കിൽ ചിലവരും അത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് കടുകൊക്കെ പൊട്ടിക്കില്ല, അതിനോടൊപ്പം തന്നെയാണ് ചെയ്യാട്ടോ. ഇതിപ്പോൾ ഞാൻ ചെയ്യണത് ഉലുവ ആദ്യം ഒന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ചു എടുക്കാനും ഉദ്ദേശിക്കുന്നത്. അതേ ഉലുവ പൊട്ടാൻ തുടങ്ങി കണ്ട. അപ്പം അത് ഒരു പാത്രത്തേക്ക് പകർത്താട്ടാ. അതിനുശേഷം നല്ലെണ്ണ, നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന നല്ലെണ്ണ. ചിലർ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കും, ഞാൻ ഇപ്പോൾ ചെയ്യണത് നല്ലെണ്ണയിൽ കേട്ടോ. അപ്പോൾ ഇത് കുറച്ചല്ലേ ഉള്ളൂ, നമ്മുടെ റംബൂട്ടാനും കുറച്ചല്ലേ ഉള്ളൂ, കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ, അപ്പോൾ കുറച്ച് എണ്ണ എടുക്കാം. അപ്പം എണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ, ഇഞ്ചി കുനുകുനാന്ന് അരിഞ്ഞു, വെളുത്തുള്ളി ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടു കേട്ടോ. കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുക്കാം, അതൊന്ന് മൂക്കട്ടെ. മേത്തിക്ക് തെറിക്കാണ്ട് സൂക്ഷിക്കണം കേട്ടോ. ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശമുള്ള കാരണം ഇഞ്ചിയിലൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് മേത്തിക്ക് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം എപ്പോഴും കുറച്ച് വെച്ച് ചെയ്തോളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മൾ ഈ പൊടികളൊക്കെ ഇടുമ്പോൾ മിക്കതും ഓഫ് ചെയ്തിട്ട് തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇഞ്ചി നല്ലപോലെ കണ്ട, അത് നല്ലപോലെ മൂത്തിട്ടുണ്ട്. വെളുത്തുള്ളി അങ്ങനെ ബ്രൗൺ കളർ ആവണ്ട, വെളുത്തുള്ളി അതിനകത്ത് കിടന്നോട്ടെ, അപ്പോൾ ഒരു പുളിയൊക്കെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ പൊടികളൊക്കെ ഇടുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ടാ. കുറച്ച് ഇടുന്നുണ്ട്, കാരണം ഇത്തിരി എരിവ് ഉണ്ടെങ്കിലല്ലേ ടേസ്റ്റ് ഉള്ളൂ. എനിക്ക് എരിവുള്ളത് ഇഷ്ടം, അപ്പോൾ അത് കാരണം ഞാൻ കുറച്ചധികം മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ, എന്നിട്ടാണ് ചെയ്തേക്കുന്നത്. ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു, നല്ലപോലെ ഇളക്കുക. പിന്നെ കുറച്ച് വെള്ളം, ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി അതിന് ശേഷം കുറച്ച് വിനാഗിരി, പുളി വേണ്ടേ, പുളി ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി ഞാൻ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കാം. അപ്പോൾ ഗ്യാസ് ഓണാക്കി ഇനി അതൊന്ന് തിളക്കട്ടെ. ആ വെള്ളം ഒഴിച്ചതും പെട്ടെന്ന് തിളയ്ക്കും. തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ റംബൂട്ടാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല പോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഫ്ലെയിം ഓഫ് ചെയ്യല്ല, കുറച്ച് വയ്ക്കാം. കുറച്ച് വെച്ചിട്ട് നമ്മുടെ ഈ റംബൂട്ടാൻ, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റംബൂട്ടാൻ്റെ നീര് അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല പോലെ ഇളക്കുക. ഈ സമയത്ത് കായപ്പൊടിയാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ കായപ്പൊടി ഇട്ട് കൊടുക്കുക. അതല്ല
ഞാൻ മുന്നേ ഇവിടെ കായം കുറച്ച് വറുത്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കാന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ മുന്നേ ഇതുപോലെ അച്ചാർ ഉണ്ടാക്കിയപ്പോൾ കായം കുറച്ചധികം വറുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പൊ അതിന്റെ 2 കഷ്ണം ഞാൻ ഇട്ട് കൊടുത്തു കായം. അപ്പൊ ഈ ഇതിനകത്തൊക്കെ ഇടുന്നത് അലിഞ്ഞോളും കായം. അതല്ലാന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി, കായം പൊടിച്ചിട്ട് കൊടുത്താലും മതി. അതല്ലെങ്കിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ കായപ്പൊടി നമ്മൾ ഡയറക്റ്റ് ചേർക്കാം. ഇനി ഇതിനകത്തൊന്ന് കിടന്ന് ഒന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഉലുവ നമ്മൾ മുന്നേ വറുത്ത് വെച്ചിട്ടില്ലേ, അതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ അത് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഒന്ന് കുറുകിക്കോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം പോലെ കിടക്കില്ല. ഒന്ന് കുറുകുന്ന വരെ ഒന്ന് അടപ്പത്ത് വെച്ചേക്കാം. അപ്പൊ നമുക്ക് ഉലുവ പൊടിച്ചതൊന്ന് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കിക്കോളൂ കേട്ടാ. മതിയാവും, ഒരു തിള വന്നാൽ മതി. കാരണം നമ്മൾ കുറേ വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ. ഇനി ഇതൊന്ന് ഇരുന്നൊന്ന് കുറുകിക്കോളും. അത് ഈ പരിവാകുമ്പോൾ ഞാൻ ഇറക്കണം. ഇനി ചിലർക്ക് അതെല്ലാം കുറച്ചും കൂടെ ലൂസായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ പരിവാക്കാം. അതല്ല കുറച്ചും കൂടെ കുഴമ്പനായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആ പരുവത്തിലാകുമ്പോൾ ഇറക്കാം. അപ്പം ഞാനിപ്പോൾ ഈ പരിവാകുമ്പോൾ ഇറക്കാൻ പോകണം കേട്ടോ, ഓഫ് ചെയ്യാൻ പോകണം. ഇനി ഇരുന്ന് ഒന്ന് ചൂടാറട്ടെ. നമുക്ക് ഒരു കുപ്പിയിൽ, നല്ല ഗ്ലാസ് കുപ്പിയിൽ വേണം ഇട്ട് വെക്കാനായിട്ട് കേട്ടോ. ഗ്ലാസിൻ്റെ കുപ്പിയിൽ ഇട്ട് വെക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ റംബൂട്ടാൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇപ്പൊ റംബൂട്ടാന്റെ സീസൺ ഒക്കെ അല്ലേ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്നിട്ട് എല്ലാവരും അത് എങ്ങനെയുണ്ട്, ടേസ്റ്റ് ആയോ, എങ്ങനെയാണ് സംഭവം എന്നുള്ളതൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ എന്നോട്. അപ്പൊ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.